ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? സാരിയൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് പോവല്ലേ, അപ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആവാം അല്ലേ? ഈ സാരി എൻ്റെ മദർ ഇൻ ലോൻ്റെ ആണ് കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലൊരു സാരി ഭ്രാന്തിയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഒട്ടുമിക്ക എല്ലാ സാരികളും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലാണെങ്കിലും അവിടുത്തെ അമ്മയ്ക്ക് ഒരുപാട് സാരി കളക്ഷൻസ് ഉണ്ട്. ഓരോ സാരികൾക്ക് 20, 30, 40 കൊല്ലങ്ങളുടെ കഥ പറയാനുണ്ട് കേട്ടോ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 40 കൊല്ലമായിട്ടുള്ള സാരികൾ പോലും ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഉണ്ട്. ഇപ്പം അമ്മ അധികം പുറത്തേക്കൊന്നും ഇറങ്ങാത്തത് കൊണ്ട് തന്നെ അധികം സാരികളൊന്നും യൂസും ചെയ്യാറില്ല. ഇനിയിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് സാരികൾ അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്മയുടെ പഴയ സാരികളും പുതിയ സാരികളും ഒക്കെ ഞാനെടുത്ത് യൂസ് ചെയ്യും. അമ്മയുടെ കളക്ഷനിലത്തെ പല സാരികളും ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ മടക്കി വെച്ച സാരികളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും പുതുമ ഇതുവരെ നഷ്ടപ്പെട്ടിട്ടുമില്ല. എൻ്റെ അമ്മയ്ക്ക് തന്നെ അത്യാവശ്യം നിറയെ സാരി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ അത്യാവശ്യം നിറയെ സാരികൾ കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എനിക്ക് ഡബിൾ ബെനിഫിറ്റാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും സാരികൾ കിട്ടും, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും സാരികൾ കിട്ടും. അമ്മ ഇപ്പോൾ പുത്തൻ സാരികളൊക്കെ എടുത്ത് ബ്ലൗസ് തുന്നി അതൊന്നും യൂസ് ചെയ്യാൻ മെനക്കെടാത്തത് കൊണ്ട് തന്നെ ആ സാരികളൊക്കെ എൻ്റെ കയ്യിൽ തന്നുവിടും. അതും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള സാരികൾ, ഒരേപോലത്തെ ഒരു സാരിയും ഇല്ല നമ്മുടെ കയ്യിൽ. ജോർജറ്റ്, സിൽക്ക്, കോട്ടൺ, ഷിഫോൺ എന്ന് പറഞ്ഞ് പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് സാരീസ്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നറിയോ, പുള്ളിക്കാരിക്ക് ഈ സാരികളൊക്കെ കാണിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അത് വേറൊരാൾ കൊടുത്തിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സാരി ഇഷ്ടമായോടാ? ഇഷ്ടമായോ? ബ്ലൂ കളറിലെ ഫിഷ് പോലെ ഉണ്ടോ? നമ്മടാ ഭയങ്കര ഉപമയാണല്ലോ.